സോബറായിട്ട് ജീവിച്ചു. സോബറായിട്ട് എത്ര നാള് കഴിഞ്ഞു? അയാൾ അധികം നാൾ നിന്നില്ല. 2 മാസം, 1 മാസം, അങ്ങനെ ഫ്രീക്വന്റ് ഇന്റർവെൽസ് മാത്രം. അതാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. ചില ആൾക്കാർ രക്ഷപ്പെടുന്നില്ല, അവരോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ എന്ന് പറയുന്ന സംഗതി അവിടെ അതാണ്. അതിൻ്റെ കാരണം വെച്ചാൽ അതിലും ഉത്തരം ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട്. അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ജനിതകമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കും. അവർക്ക് മനോരോഗങ്ങളുണ്ടാകാം. അപ്പോൾ ഈ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മെൻ്റൽ ഡിസീസ് മാത്രമല്ല, മദ്യം ഉണ്ടാക്കിയ മനോരോഗത്തോടൊപ്പം തന്നെ അവർക്ക് പാരമ്പര്യമായിട്ടോ അല്ലാതെയുള്ള മനോരോഗങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന പരിപാടി വർക്കൗട്ട് ആവുന്നില്ല. ഉദാഹരണത്തിന് അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം, ADHD, അങ്ങനത്തെ രോഗങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസീസ്, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, പേഴ്സണാലിറ്റി ഡിസോഴ്സ്, അത് ഏതെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണത്. അവർക്കൊക്കെ ഏറ്റവും നല്ല പരിപാടി ജീവിതം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ കുറച്ചുകൂടി സത്യസന്ധത ഉള്ളവരും, അത് നമ്മുടെ പ്രോഗ്രാമിൽ അതാണ് ഉടനീളം ഈ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷൻസും നമ്മുടെ ലിറ്ററേച്ചറും ഒക്കെ ഉടനീളം പറയുന്നത് നമ്മളെ അഹന്ത ഇല്ലാതെ നമ്മളൊരു ഹ്യൂമിലിറ്റി ഉണ്ടാക്കി ഇതിലത്തെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി സഹായം എപ്പോഴും പിന്തുടരുക. ആൽക്കഹോളിക്സ് അനോണിമസ് സുഹൃത്തുക്കളുടെ സഹായം പിന്തുടരുക, കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് ഗ്രൂപ്പ്, അവരുടെ കുടുംബം, ഇതിൻ്റെയൊക്കെ ഇതിലാണ് അത് പോകുന്നത്. അപ്പോൾ ഭാര്യ, ഇയാൾ എന്തെങ്കിലും പെട്ടെന്നൊരു ഉടനെ കേസ് കൊടുക്കണം, ആ ഭാര്യയ്ക്ക് മദ്യാസക്ത രോഗത്തെപ്പറ്റി യാതൊരു വിവരം ഉണ്ടാവില്ലായിരിക്കും. അയാൾ സുബോധവാനായിരുന്ന സമയത്ത് ഒരു താങ്ങും തണലും ആയിരുന്ന ഒരു മനുഷ്യനാണെന്നുള്ള ചിന്ത ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കോടതിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അയാളൊരു ശത്രുവായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ശത്രുത നിലനിർത്താൻ അവരുടെ കുടുംബാംഗങ്ങളും അവരെ സഹായിക്കുന്നു. അങ്ങനെ അയാൾ ഒറ്റപ്പെട്ടു പോകുന്നു. ചിലപ്പോൾ അയാൾ ഒരു ആത്മഹത്യയെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആൽക്കഹോളിസത്തിൽ നടക്കുന്നത്. അയാൾ ഒറ്റപ്പെട്ട് ആരും ഇല്ലാത്ത ഒരാളായി മാറുന്നു. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അപ്പോൾ അയാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ ആ മാനസിക രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അയാളുടെ സപ്പോർട്ട് ഗ്രൂപ്പ് വർക്ക് ചെയ്യണമല്ലോ. അയാളെ ആശുപത്രി കൊണ്ടുപോകണം, അയാൾ മരുന്ന് കഴിക്കണം. വേണ്ടി വന്നാൽ അയാൾക്ക് കടുത്ത മാനസിക രോഗം ഉണ്ടെങ്കിൽ അയാൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം, ECT. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ വരാവുന്നതാണ്. നമുക്കൊരു 25 മിനിറ്റ് സമയം കൂടി ഉണ്ട്.
സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുള്ളൂ. എന്തോ ഷിബു, ഞാൻ ചേട്ടാ ആലപ്പുഴയ്ക്കാണ്. അപ്പൊ കേൾക്കുന്നുണ്ട് സാർ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സാറ് ആരെയും ചോദിക്കാനാണോ? ഞാൻ പറഞ്ഞു. ഇല്ല പറഞ്ഞോ. കഴിഞ്ഞ പ്രാവശ്യം സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നേ, അതായത് നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്ക് ഡിനൈൽ ഉണ്ടാകാം, വലിയ തോതില് മദ്യപാനം നിർത്താനുള്ള മടിയും അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമായിട്ട് ചേരാനുള്ള മടിയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ AM മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, സുബോധത്തിൽ നിൽക്കുന്നവർക്ക് ആ ഡിനൈൽ, അവരോട് ഡിനൈൽ കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പലരെയും വളരെ വർഷക്കാലം നമ്മളിങ്ങനെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവർക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോളോ ചേസ് ചെയ്യാതിരിക്കുമല്ലേ സാറേ നല്ലത്? അല്ല, നമ്മളുടെ മാത്രം ഇത് ഒരു കൂട്ടം ആൾക്കാരുടെ സപ്പോർട്ടാണ് ഒരു ആൽക്കഹോളിക്കിന് വേണ്ടത്. അത് പല സ്ഥലത്തുനിന്നും അയാൾക്കത് ആവശ്യമുണ്ടെന്ന് അയാൾ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് അത് ബെറ്റർ ആവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അയാളുടെ സ്വന്തം ഫാമിലി, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നല്ല സുഹൃത്തുക്കൾ, ആൽക്കഹോളിക്സ് അനോണിമസിലെ സുഹൃത്തുക്കൾ, അങ്ങനെ പല രീതിയിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ അയാൾ സഹായിക്കാനുണ്ടാവും. ആരുടെയെങ്കിലും ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു രോഗമാണല്ലത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നിസ്സഹായരാണ് പലപ്പോഴും. അപ്പോൾ അയാളെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അയാളെപ്പറ്റി ഇടയ്ക്കൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അയാളെ സഹായിക്കാൻ ഒരു സന്നദ്ധത ഉണ്ടെന്നുള്ളത് അയാൾക്ക് അറിയണം. പല ആൾക്കാരും ആലോചിക്കുന്നത് സാമ്പത്തിക സഹായങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനേക്കാൾ ഏറെ എത്രയോ സെൻറ്ററുകൾ ഇങ്ങനെ ഒരു പണവും വാങ്ങിക്കാതെ തന്നെ ചികിത്സിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ അയാളൊന്ന് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയില്ലെങ്കിൽ വെറും വാക്കുകളാണത്, നമ്മളീ പറയുന്ന കാര്യങ്ങൾ. ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അയാളൊരു വിഡ്രോവലിലാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ സൈക്കോസിസിലാണെങ്കിൽ അയാൾക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ചേട്ടാ ആർക്കെങ്കിലും എനിക്കൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോടെ ഡോക്ടറോട്? ഓക്കെ. ഡോക്ടർ, എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ നെറ്റിയിലില്ല. ഞാൻ നേരത്തെ മീൻസ് ഒരു 20 വയസ്സൊട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്കിപ്പോ ഓൾറെഡി 41 വയസ്സുണ്ട്. 43. ഹലോ, ഓക്കെ. അപ്പൊ ഞാനൊരു 5 വർഷമായിട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ വീക്കെൻഡിലൊക്കെ മാത്രം മീൻസ് ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കി അങ്ങനെ കഴിക്കുക. പക്ഷെ ഇപ്പൊ അല്ലാത്ത എല്ലാ ദിവസവും ഞാൻ ഓൾറെഡി വൈന കഴിക്കുന്നത്. എല്ലാ ദിവസവും വൈൻ കഴിക്കും. പക്ഷെ എനിക്ക് നേരത്തെ 80 കിലോ വെയിറ്റ് ഉണ്ട്. ഞാനിപ്പോ ഒരു 2-2.5 വർഷമായി എനിക്ക് എന്റെ വെയിറ്റ് ലോ ആയെന്ന്. ചിലപ്പോ ഞാൻ ഇപ്പൊ എന്താ പറയുക, നടക്കാനൊക്കെ പോകുന്നുണ്ടാന്ന് അറിയത്തില്ല, ഡയറ്റിംഗ് എടുത്തത്. എന്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 73 കിലോ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. 73 കിലോ വെയിറ്റിൽ നിൽക്കും. പക്ഷെ എന്റെ ബോഡി നേരത്തെ ഇച്ചിരി നല്ല തടിച്ചൊക്കെ ഇരുന്നത്, എന്താ പറയുക, ഇച്ചിരി വണ്ണമൊക്കെ ആയിട്ടിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ കൂടെ സിഗരറ്റിന്റെ ഇതും കൂടി ഉണ്ട്. സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ലിക്വിഡ്. അപ്പോൾ ഞാൻ സിഗരറ്റ് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ 4 ദിവസമായിട്ട് മദ്യപിച്ചിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഗ്രൂപ്പിനകത്ത് കയറിയത്, ചേട്ടൻ പറഞ്ഞിട്ട്. അപ്പൊ 4 ദിവസം കൊണ്ട് മദ്യപിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ഒരു 6 മാസം മുമ്പ് നമ്മുടെ ഇവിടെ ലിവർ ടെസ്റ്റ് അങ്ങനെ ഉള്ള ഒരു നോർമൽ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഷുഗർ മാത്രം 110 ഉണ്ടായിരുന്നു. പ്രഷർ, കൊളസ്ട്രോള് 160 ഉണ്ട്. കൊളസ്ട്രോള് ഇതൊക്കെ നോർമൽ ലെവലിലാണ്. ഉണ്ട്. പക്ഷെ 260 കൊളസ്ട്രോൾ 260 ആയിരുന്നു. 260 കൂടുതലാണ്. അത് 200 താഴെ നിൽക്കണം. അത് ത്രിഗ്ലിച്ചിയം എന്ന് പറഞ്ഞ അതായിരുന്നു ഏറ്റവും കൂടുതൽ. ത്രിഗ്ലിച്ചിയം എന്ന് എനിക്ക് അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് ഓർക്കുന്നില്ല. അത് കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു കൊളസ്ട്രോൾ ഉണ്ട്. അത് ചീത്ത കൊളസ്ട്രോൾ. അത് 100 നിർത്തണം.
HDL കൊളസ്ട്രോൾ 40ന്റെ മുകളിലെങ്കിലും വേണം. നല്ല കൊളസ്ട്രോൾ. അതാണ് അതിന്റെ അത് നോർമൽ. 60 അങ്ങോട്ടുണ്ട് എന്റെ ഓർമ്മ. 6 മാസം കേട്ടോ, 60-70 അങ്ങോട്ട്. LDL 195 അങ്ങനെ ഉണ്ട് എന്റെ, ഓർക്കുന്നില്ല. പക്ഷെ പിന്നെ അതിനിടയ്ക്ക് വേറൊരു ഇത് കൂടെ ഇല്ലേ, നമ്മള് ഇപ്പൊ മൊത്തത്തിൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള ട്രിഗ്ലിസീമിയ എന്നാ ഇവിടെ, എനിക്ക് ഇംഗ്ലീഷ് വേർഡ് ഞാൻ ഓർക്കുന്നില്ല എന്റെ. ട്രൈഗ്ലിസറൈഡ്സ് ആയിരിക്കും. ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡ് അതായത് പൊണ്ണത്തടി, അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ അങ്ങനെ കാർബോഹൈഡ്രേറ്റ്. വെയിറ്റ് ഒന്നുമില്ല, എന്റെ ബോഡി ശരിക്കും ഇപ്പം കുറെ എന്താ പറഞ്ഞ ക്ഷീണിച്ചിട്ടുണ്ട്. മീൻസ് അങ്ങനെ വലിയ വണ്ണമൊന്നുമില്ല, മെലിഞ്ഞിട്ട്, പക്ഷെ അത് കൂടി നിൽക്കുക. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് പ്രത്യേകിച്ചും ഈ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടും. അല്ലെങ്കിൽ വ്യായാമം വേണം. വ്യായാമം ഇല്ലാത്ത ആളുകൾ കണ്ടമാനം ചോറ്, അരി, ഗോതമ്പ്, റവ, മൈദ, ബേക്കറി, പഞ്ചസാര ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ അവർക്ക് ട്രൈഗ്ലിസറൈഡ് കൂടും. ചോറ് വീക്കെൻഡ് മാത്രമേ കഴിക്കുള്ളൂ, ഒരാഴ്ച മാത്രമേ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അത് മറ്റു ബാക്കി ആഹാരം. പിന്നെ ഇവിടെ പാസ്ത, ഇവിടുത്തെ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. പാസ്ത അല്ലെങ്കിൽ. പക്ഷെ ഈ ആൽക്കഹോൾ യൂസ് നിർത്തിയില്ലല്ലോ, അത് നിർത്താനുള്ള. ഞാനിപ്പോ 4 ദിവസം നിർത്തി, 4 ദിവസമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അത് കണ്ടിന്യൂ ചെയ്യുക. അത് ഒരു 90 days അത് നിർത്തി മുമ്പോട്ട് പോവുക. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ പ്രധാനമായിട്ട് ഫ്രൂട്ട്സ്, അതുപോലെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ബീൻസ്, ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക. ചിക്കനൊക്കെ കഴിക്കാം. വെയിറ്റ് എല്ലാ ദിവസവും മീറ്റ് കഴിക്കും, എല്ലാ ദിവസവും വൈകിട്ട് മീറ്റ് കഴിക്കും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ എല്ലാ ആൽക്കഹോൾ കണ്ടെയ്നിങ് സബ്സ്റ്റൻസും ഒരുപോലെ തന്നെ മദ്യാസക്ത രോഗം ഉണ്ടാക്കും. അത് വിസ്കി ആണെങ്കിലും വൈനാണെങ്കിലും ബ്രാൻഡി ആണെങ്കിലൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിലുള്ള ആൽക്കഹോൾ കണ്ടന്റാണ് പ്രധാനം. അത് മദ്യാസക്ത രോഗത്തിന് വളർത്തും. അപ്പോൾ അത് മാറി മാറി ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ട് കൊണ്ട് കാര്യമൊന്നുമില്ല. അത് ടോട്ടൽ പുകവലിയും മദ്യം നിർത്തൽ തന്നെയാണ് നിങ്ങളുടെ ചികിത്സ. എനിക്കാണ് പോല് നിർത്താൻ ഭയങ്കര ഗുണം കിട്ടും. പോല് ഒരു 6 മാസം നിർത്തി കഴിഞ്ഞാൽ ആ ആൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒരു സാധാരണ ആൾക്കുണ്ടാകാൻ സാധ്യത ഇല്ലാത്ത പോലെ തന്നെ ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്ക് സാധ്യത ഇല്ലാത്ത പോലെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. 6 മാസം പുകവലി നിർത്തിയാൽ നിങ്ങളുടെ പുകവലി കൊണ്ടുള്ള ആരോഗ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും 6 മാസത്തെ നിർത്തലോടുകൂടി തന്നെ അത് മാറിക്കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. പുകവലി നേരെ മറിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ മദ്യം പുകവലിയും കൂടി ആണെങ്കിൽ ഈ കഴുത്തിലും നെഞ്ചിലും വരുന്ന ക്യാൻസറുകൾ, ഹാർട്ട് അറ്റാക്ക് ഇതിൻ്റെ സാധ്യത ഭയങ്കര കൂടുതലാണ്. എത്രയോ 4 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ അത് നിർത്തുന്നത് കൊണ്ട് ഒത്തിരി ഗുണം കിട്ടുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി. മീൻസ് ഒരു വെളുപ്പിന് ഒരു 3 മിനിറ്റ് ഇപ്പൊ ഞങ്ങൾ ഈ മീൻകറി എന്ന സാധനം ഇതിൽ കഴിക്കാറില്ല. നമ്മൾ എന്താ പറയുക, കുടംപുളി ഇട്ടുള്ള മീൻകറി ഒന്നും കഴിക്കാറില്ല. അത് കഴിച്ചിട്ടുണ്ടോ എന്തെന്ന് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര നെഞ്ചിലൊക്കെ എന്തോ തടഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ വെളുപ്പിന് രാവിലെ പോയി അല്ല, പുകവലിച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് അൾസർ, വയറ്റിൽ അൾസർ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാന് ഇപ്പൊ അവിടെ ചെന്നപ്പോ അവര് നമ്മുടെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. മീൻസ് കഴുത്തിന്റെ അവിടുത്തെ ഒരു എക്സ്റേ എടുത്തു, പിന്നെ നമ്മുടെ ലെൻസിന്റെ എക്സ്റേ എടുത്തു. എല്ലാം നോർമൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞു മാക്സിമം പുകവലിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ചെന്നൊരു ഒരു ഫീലിംഗ് ഉണ്ടായിട്ടാ ഞാൻ പോയത്. പക്ഷെ നോർമലാന്നാ അവര് പറഞ്ഞത്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മളിങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, എക്സ്റേ എടുത്തും രക്തം പരിശോധിച്ചും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗുണമില്ലെന്നല്ല ഞാൻ പറയണത്. ബട്ട് അതിനേക്കാൾ ഏറെ നമ്മൾ ടോട്ടൽ അബ്സ്റ്റിനൻസ്, അതായത് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കലാണ് നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച്, നമുക്ക് റിക്കവറിയെ സംബന്ധിച്ചും സയന്റിഫിക് ആയിട്ടുള്ള കാര്യം അതാണ്. ഞാനത് ചോദിക്കാം. അപ്പൊ കാരണം ഫുഡൊക്കെ കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിക്കുന്നതിന് യാതൊരു, പക്ഷെ എനിക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ട്, ഇല്ലെങ്കിൽ പറയത്തില്ല. ചുമ്മാ നിസ്സാര കാര്യത്തിന് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
ഓക്കെ ഏട്ടാ, ഇനി ആർക്കെങ്കിലും ചോദിക്കാൻ വെക്കുക. ഓക്കെ, ഹലോ ഡോക്ടർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓക്കെ. എനിക്ക് ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ച് നാളായിട്ട് ഉറക്കം കുറവാ. ഇപ്പൊ എനിക്ക് ഒരു 3-4 ദിവസമായിട്ട് ഇപ്പൊ ഞാൻ ഒരു സാധനം ഒരു 9-9:30 നടക്കും. നേരത്തെ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാ ചുമ്മാ വീട്ടിൽ ഇരുന്നാലും ഉറക്കം വരത്തില്ല. അപ്പൊ എന്തെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ വല്ല ഫോൺ പ്രോഗ്രാം കണ്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ കിടന്നുറങ്ങിയാൽ നമ്മൾ പല ചിന്തയാ വരുന്നത്. അതെ അതെ. പല ഞാനതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ ആൽക്കഹോളിസത്തിന്റെ രോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആൽക്കഹോളിസം ബ്രെയിൻ ഡിസീസാണ്. ആ ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമുക്ക് ഉറക്കം ഇല്ലാതാകുക എന്നുള്ളത്. എല്ലാ മാനസിക രോഗങ്ങളുടെയും എല്ലാ ഈ അഡിക്ഷൻ്റെയും ഒരു പ്രധാന രോഗലക്ഷണമാണ് ഉറക്കം വരാതിരിക്കുക. അതേസമയം അത് വിട്ടു നിന്നിട്ട് അത് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും. നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ കിടക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറക്കം ശരിയാവും. മദ്യം നിർത്താതെ ഉറക്കത്തിന്റെ കാര്യം ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ പുകവലി. പുകയിലൊരു ഒരു ഇതാണ് വളരെ പ്രധാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതി അത്. സിഗരറ്റ് വലിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ 4 ദിവസമായിട്ട് മദ്യപിച്ചിട്ടില്ല ഈ നിമിഷം വരെ. പക്ഷെ സിഗരറ്റ് ഈ പറഞ്ഞ ഇന്നും ഇന്നലെ ആയിട്ടൊക്കെ വലിക്കുന്നുണ്ട്. ഓൾറെഡി നല്ല ചെയിൻ ആണെങ്കിൽ ചെയിൻ സ്മോക്കർ നല്ല വലിക്കുന്നുണ്ട്. അതിന് അവിടെ ഒരു ഡോക്ടറെ കണ്ടാൽ മതി. ഇപ്പൊ ധാരാളം നല്ല മരുന്നുകളുണ്ട്. സിഗരറ്റ് സെസേഷൻ, അതായത് പുകവലി നിർത്തൽ പ്രോഗ്രാമിന് നല്ല മരുന്നുകൾ, വളരെ നല്ല മരുന്നുകൾ ധാരാളമുണ്ട്. ശരിക്കും പെർ ഡേ ഒരു ദിവസം ആവറേജ് ഒരു 10-16 സിഗരറ്റ് മീൻസ് ഒരു പാക്കറ്റ് 20 സിഗരറ്റ് ഇവിടെ കിട്ടുന്നത്. അത് നിർത്താനുള്ള മരുന്നുണ്ട്. ബുപ്രോൺ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, ചാംബിക്സ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അങ്ങനെ പലതരം മരുന്നുകളുണ്ട്. നാട്ടിൽ നിന്നൊരു ഗം അടിച്ചായിരുന്നു. അതിന്റെ പേരെന്നായിരുന്നു? അത് ഒരു കാര്യം. അത് ക്രേവിങ്, വിഡ്രോവൽ വരുമ്പോൾ കഴിക്കാനുള്ള ക്രേവിങ്ങിനുള്ള മരുന്ന് മാത്രമാണ്. നമ്മളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു 2-3 ആഴ്ച അത് ഉപയോഗിക്കുകയോ നിർത്തുകയും കൂടി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഗുണമുണ്ട്. അല്ലാതെ നിർത്താതെ അത് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിർത്താണ്ട് അത് ഞാൻ നാട്ടിൽ നിന്ന് വരച്ചത് നിക്കോടെക്സ്. അതെ, നിക്കോടെക്സ് ഫലപ്രദമാവണമെങ്കിൽ നമ്മളൊരു ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ഉറപ്പ് വരുത്തി, അപ്പൊ ഭയങ്കര ആർത്തി തോന്നുവാണെങ്കിൽ 1-2 നിക്കോടെക്സ് ഒക്കെ കഴിച്ച് അത് ഉപയോഗിക്കാതെ, സിഗരറ്റ് ഉപയോഗിക്കാതെ അങ്ങനെ നീട്ടി കൊണ്ടുപോയി ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താൻ പറ്റും. ഞാനിപ്പോ വരുത്തിട്ട് 4-5 മാസമായി. പക്ഷെ അത് ഇടയ്ക്ക് കഴിക്കും. അപ്പൊ അതൊരു നമ്മുടെ വയറിനൊക്കെ വായിക്കൊക്കെ ഇതൊരു പ്രത്യേക എരിവും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കുകയും ചെയ്യും. പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ള അബ്സ്റ്റിനൻസ്, ആ വാക്കാണ് അബ്സ്റ്റിനൻസ്. പൂർണ്ണമായിട്ട് നിർത്തലാണ് ചികിത്സ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നമുക്കൊരു 10 മിനിറ്റ് സമയം കൂടി ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. സാർ, എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്, തൃശ്ശൂർ നിന്നാണ്. സെക്ടറിൽ ഞാൻ ഇതുപോലെ തന്നെ കുറെ കാലങ്ങളായിട്ട് ഏകദേശം ഒരു 7-8 വർഷമായിട്ട് എയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ സ്ലിപ്പാവല് ഒരു പതിവ് പോലെയാണ്. മാക്സിമം ഒരു 1.5-1.25 വർഷം വരെ മദ്യം നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 6 മാസമായിട്ട് മദ്യപിക്കുന്നില്ല. ഇപ്പോ ഈ മദ്യപാനമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഉറക്കക്കുറവ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാല് ചിലത് ജോലിക്കൊക്കെ ഇറങ്ങുമ്പോ
ഒരു ശരീരമാകതരം ഒരു ഷിവറിങ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുക, ഒരു ഭയങ്കര ഒരു പ്രശ്നം പോലെ അല്ല ഫേസ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ നല്ല ഒരു ഇതാണ്, ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണത്. അത് മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് കുറെ നാള് സുഖമായിട്ട് ജീവിച്ച ഒരാള് പിന്നെ ഇടയ്ക്ക് വെച്ച് കഴിച്ചാല് അത് റിലാപ്സ് തന്നെയാണത്. റിലാപ്സ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പലതരം മാനസിക കുഴപ്പങ്ങളുണ്ട്. അതിൽ ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയും, സാമൂഹ്യമായിട്ട് ആളുകളെ നേരിടാനുള്ള ഒരു ധൈര്യമില്ലായ്മ, ഒരു ഭയം, അതൊക്കെ ഉണ്ടാവാറുണ്ട് പല ആൾക്കും. സോഷ്യൽ ആങ്സൈറ്റി ചിലപ്പോൾ ചില ആൾക്ക് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോകും. ആളുകളെ നേരിടാൻ, സംസാരിക്കാനും ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ 7 വർഷം സോബറായതിനു ശേഷം പിന്നെ എന്താ പറ്റിയത്? 7 വർഷമായിട്ട് ഞാൻ അതിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ഇത് സ്ലിപ്പിംഗ് ആണ്, ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് ആവും. ഇപ്പൊ മാക്സിമം ഒരു 1.25 വർഷം മാത്രമാണ് ഞാൻ തുടർച്ചയായിട്ട് കൂടി നിർത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോ ഒരു 6 മാസമായിട്ട് മദ്യപിക്കുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ മദ്യം ഉപയോഗിക്കാതെ ഉള്ള ആ പിന്നെ സംഗതി. നമ്മുടെ ഇവിടെ ഒരു ഡോക്ടറെ കണ്ടപ്പോ, ഒരു ഫിസിഷ്യനാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം ഈ സംഭവം പറഞ്ഞപ്പോ എനിക്ക് നമ്മുടെ ലിബ്രിയോൺ 10 ആണ് തരുന്നത്. ലിബ്രിയോൺ 10 അത് ആങ്സൈറ്റിയുടെ ഒരു ഗുളിയാണ്. അത് സ്ലിപ്പ് ആവുന്ന സമയത്തും അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം, അത് ഉപയോഗിച്ചാൽ അത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് അധികം ഉപയോഗിക്കാതിരിക്കുക നല്ലത്. അത് കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ഇത് മദ്യപാനത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിർത്തുക. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നിർത്തുക. അല്ലെങ്കിൽ അതിന് അഡിക്ഷൻ ഉണ്ടാകേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ ഈ ഉറക്കത്തിന് ഈ ആക്ടിവൻ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് തരുന്നുണ്ട്. ആക്ടിവൻ നല്ല ഗുളിയാണ്, പക്ഷെ അതും അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അത് ഒരു നല്ല സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടുന്നവരെ, അതായത് ഒരു ഗുളിക രാവിലെ 2 ഗുളിക രാത്രി, അങ്ങനെ ഒരു 3-4 ദിവസം കഴിച്ച് പിന്നെ ഒരെണ്ണം മാത്രം രാത്രി കഴിച്ച്, അങ്ങനെ അത് കുറച്ച് കൊണ്ടുവന്ന് അതങ്ങ് നിർത്തണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് അഡിക്ഷൻ ഉണ്ടാക്കില്ല, ഒരു ഗുണം ചെയ്യും. പക്ഷെ നിർത്തലാക്കുക എന്നുള്ളതാണ് തീരുമാനം, അതാണ് നടപ്പിലാക്കേണ്ടത്. ഇപ്പൊ ഈ ലിബ്രോൺ ഇപ്പൊ നിർത്തി ഒരാഴ്ചയായിട്ട്. അപ്പോഴാണ് ഈ കൂടുതൽ ആൻസൈറ്റി, പിന്നെ ഹാർട്ട് ബീറ്റും പിന്നെ വിറയലൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഒരു പേടി പോലൊക്കെ. അല്ല, അത് ഇതിന്റെ ഈ ഭയം വരുന്നത് അഡിക്ഷൻ കൊണ്ട് വരും. ഈ ലിബ്രിയത്തിന് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പൊ അത് ഇങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ? അത് നിർത്തലാണ് നല്ലത്. ശരി ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഒരു താങ്ക് യു. 5 മിനിറ്റ് സമയം കൂടി ഉണ്ട്. അടുത്തായിട്ട് ആരാണ്? ഹലോ ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചൂടെ? ശരി. ഞാൻ മെട്രോയിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പൊ ഒത്തിരി ആൾക്കാർ, അത് കാരണം ഞാൻ ഈ 2 ദിവസമായിട്ട് ഫീൽ ചെയ്തത്, ഒത്തിരി ആൾക്കാർ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ ഒരു ഫീലിങ്, മീൻസ് ശ്വാസം മുട്ടുന്ന പോലെ. ഈ നിൽക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. അതെ. തീർച്ചയായിട്ടും ഈ വിഡ്രോവൽ ഉണ്ടാക്കുമ്പോഴേക്കും, അതുപോലെ ഈ നിർത്തുന്ന സമയത്ത് വിഡ്രോവൽ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഒരു ഡോക്ടർ പരിശോധിക്കുകയും, ബ്ലഡ് പ്രഷർ നോക്കണം, ഹാർട്ട് ബീറ്റ് നോക്കണം, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് ഒരു പറഞ്ഞ പോലെ ഒരു മരുന്ന് ടേപ്പർ ചെയ്ത് ഇങ്ങനെ ആദ്യം കൂട്ടി പിന്നെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തണം. അങ്ങനത്തെ അവസ്ഥയിൽ മരുന്ന് നിർത്തണം. പിന്നെ ഈ ആങ്സൈറ്റി കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ വേറെ മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊക്കെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ഒരു 1-2 ആഴ്ച, 2-3 ആഴ്ച കഴിക്കണം. ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടാകാം. അത് ഡോക്ടർ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കേണ്ടി വരും.
എനിക്ക് ശരിക്കും ഇന്നലെ ഇന്നും ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ മെട്രോ ഞാൻ എടുത്ത സ്ഥലത്ത് നിന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് അത് ഇപ്പൊ ശരിക്കും ഫുൾ ആൾക്കാരായിരുന്നു ഒരു മെട്രോയ്ക്കകത്ത്. ഒരു ഡോക്ടറെ കാണണം. കാരണം വെച്ചാൽ BP ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഹാർട്ട് അപ്പൊ റേറ്റും എനിക്ക് കൂടും. ഹാർട്ട് ബീറ്റ് മീൻസ് എന്താ പറയുക, നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മുടെ എന്തോ ഹൃദയത്തിന്റെ ഇടത് ഭാഗത്ത് എന്തോ ശ്വാസം മുട്ടുന്ന പോലെ എന്തോ ഒരു അസ്വസ്ഥത അതിനകത്ത്. ശരിക്കും ഡോക്ടറെ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ECG എടുക്കുക, എക്കോ ആവശ്യമുണ്ടെങ്കിൽ എക്കോ ചെയ്യുക. ഡോക്ടറെ കണ്ടിട്ട് ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ ആ ചേട്ടൻ പറഞ്ഞപ്പോഴേ ഓർത്തത്, എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായി ഇന്നലെ ഇന്നുമായിട്ട്. ഞാൻ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ ബസ് എടുത്ത് പോവുക ചെയ്തത്. ഇതിന് മരുന്നുണ്ട്, മരുന്ന് കഴിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളെ പ്രയർ അതൊക്കെ ആയിക്കോട്ടെ. ഞാൻ ഓക്കെ, ഐ ആം ലീവിങ്. താങ്ക് യു താങ്ക് യു വെരി മച്ച്.